ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സ്റ്റേഷനിൽ വന്ന് നമ്മുടെ ശാലിനി ചന്ദ്രബോസിനെ നോക്കി കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങോട്ട് ചോദിച്ച് അതിനൊക്കെ ഉത്തരം മുട്ടി ചന്ദ്രബോസ് പത്തി മടക്കി അങ്ങനെ നിൽക്കുവാണ്. ആ ദേഷ്യം തീർക്കാനായിട്ട് ചന്ദ്രബോസ് അവിടെയുള്ള പോലീസുകാരോട് പറഞ്ഞ് ഇവനെ പിടിച്ച് ജീപ്പിലോട്ട് കൊണ്ടാക്കടോ എന്ന് വിഷ്ണുവിനെ നോക്കി പറയുന്നുണ്ട്. ആ പോലീസുകാർ വിഷ്ണുവിനെ അങ്ങനെ ജീപ്പ് കയറ്റി കൊണ്ടുപോവാണ്. രാഘവേട്ടനും സത്യാമ്മയും വിഷ്ണുവിനെ ജയിലിൽ വന്ന് കണ്ടിട്ട് രാഘവേട്ടൻ്റെ മനസ്സിൽ ആ സ്വർണം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്, അതെവിടാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല, അത് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് മോൻ്റെ കയ്യിൽ കൊടുത്ത് മോനെ കേസിൽ നിന്ന് ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ രാഘവേട്ടൻ ഇങ്ങനെ സ്പീഡ് നടക്കുവാണ്. അത് കണ്ടുകൊണ്ട് സത്യാമ്മ ചോദിക്കുന്നു, എൻ്റെ രാഘവേട്ട അവിടെ നിൽക്ക്, എവിടെ ഈ സ്പീഡിൽ ഇങ്ങോട്ട് ഓടിപ്പോകുന്നത്, പതുക്കെ നടക്ക്, പാപ്പാമേ എനിക്ക് എളുപ്പമാണ് സ്വർണം നോക്കണം. സ്വർണമോ? എന്താ രാഘവേട്ട പിച്ചുമ്പയും പറഞ്ഞ്, ആ സ്വർണം ഉണ്ട് പാമേ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്, ഞാനത് കണ്ടതാ. എൻ്റെ രാഘവേട്ട നിങ്ങൾ ആവശ്യമില്ലാതെ ഒന്നും പറയല്ലേ. രാഘവേട്ടൻ ആ അലമാരി തുറന്ന് അതിലിരിക്കുന്ന തുണികളൊക്കെ വാരി താഴോട്ടിടുവാണ്. അത് കണ്ടിട്ട് സത്യാമ്മയ്ക്ക് ദേഷ്യം വരും. രാഘവേട്ട എന്തുവാ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഫാമേ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് എവിടെയോ ഉണ്ട് സ്വർണം, ഇതിനകത്തല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എവിടെയോ ഉണ്ട്, ഞാൻ കണ്ടതാ. നിങ്ങളെ മറവിക്കല്ല പ്രാന്തിനാ ചികിത്സിക്കേണ്ടത്, എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്. നമ്മുടെ മോനെ രക്ഷിക്കണം ഫാമേ, ഈ സ്വർണം കണ്ടുപിടിച്ച് കൊടുത്തെങ്കിലേ അവനെ കേസിൽ നിന്ന് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ രാഘവേട്ട എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ വിഷമം. അതിന് സ്വർണം നമ്മൾ എവിടെ പോയി എടുക്കാനാ? ഇവിടെ ആര് കൊണ്ട് വെച്ചെന്നായി പറയുന്നത്? ഇവിടെ ഉണ്ട് ഫാമേ, ഞാൻ കണ്ടതല്ലയോ, ഞാൻ സത്യമാ പറയുന്നത്. അത് കേട്ടുണ്ട് പൊന്നി അങ്ങോട്ട് വരും. എന്താ സത്യാമ്മേ ഇത് നോക്ക് പൊന്നി, ഈ രാഘവേട്ടൻ കാണിക്കുന്നത് ഈ തുണിയെല്ലാം വാരി ഇടുന്ന കണ്ടോ, ഇതൊക്കെ ഇനി ആരടുക്കി വെക്കും? സത്യമേ സാരമില്ല, ഞാനെല്ലാം അടുക്കി പെറുക്കി വെച്ചോളാം, സാർ എന്തോന്ന് വെച്ചാൽ ചെയ്തോട്ടെ. രാഘവേട്ടൻ അങ്ങോട്ട് പിച്ചുമ്പയും പറയുന്ന പോലെ പറയുവാണ്, ഇവിടെ തന്നെ ഉണ്ട് സ്വർണം, ആരുടെയെങ്കിലും കൈ കിട്ടിയെങ്കിൽ എനിക്ക് തരണേ തിരിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും തുണിയെല്ലാം വാരി ഇങ്ങനെ എറിയുവാണ്. പൊന്നി നീ പെട്ടെന്ന് പിള്ളയെ ഒന്ന് വിളിച്ച് ആ ജ്യോത്സ്യം പറഞ്ഞ പോലെ ആ അമ്പലത്തിൽ പോയി ജ്യോത്സ്യം പറഞ്ഞ വഴിപാടുകളൊക്കെ നടത്തണം, എങ്കിൽ മാത്രമേ വീട്ടിലൊരു സമാധാനം കിട്ടത്തുള്ളൂ. നമ്മുടെ മോനെ രക്ഷിക്കണ്ടേ ഫാമേ, ആ സ്വർണത്തിന് വേണ്ടിയല്ലേ അവർ നമ്മുടെ മോനെ പിടിച്ചോണ്ട് പോയത്. ഇവിടെ ഉണ്ട് ഫാമേ, എന്താ രാഘവേട്ട അതിനകത്ത് നിധി വല്ലതാണോ നിങ്ങൾ ഈ നോക്കുന്നത്? ഇല്ല ഫാമേ, സ്വർണം തന്നെ. മോനെ പോലീസ് കൊണ്ടുപോയതിൻ്റെ വിഷമം കാണും, അതിപ്പോൾ എനിക്കുമില്ലേ. അതിനിങ്ങനെ കിടന്ന് പ്രാന്ത് തുള്ളിയിട്ട് വല്ല കാര്യമുണ്ടോ? ജില്ലാ കോടതിയുടെ സൈഡിൽ നിന്നുകൊണ്ട് ചന്ദ്രബോസ് ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വിഷ്ണുവിനെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് ശാലിനി അങ്ങോട്ട് വരുന്നുണ്ട്. അത് കണ്ടിട്ട് സഹിക്കാനാകാതെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. ചന്ദ്രബോസ് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വരുമ്പോൾ വിഷ്ണു പെട്ടെന്ന് കൈവച്ച് തടുത്തിട്ട്, ഒന്ന് നിന്നേ സാറേ, ഒന്ന് ചോദിക്കാനുണ്ടല്ലോ, ഇനി വല്ലതും ഉണ്ടോ എൻ്റെ പേരിൽ കേസ്? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലേ എല്ലാത്തിനും കൂടെ വേണ്ടി ജാമ്യം എടുത്തുകൊണ്ട് വീട്ടിൽ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചന്ദ്രബോസ് ശാലിനിയോട് പറയുക, മേഡം ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്, ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എൻ്റെ കടമ. അതിന് ശാലിനി ചോദിക്കുന്നു, ഒരു സ്റ്റേഷൻ ഓഫീസർ കൈകാര്യം ചെയ്യേണ്ട കേസ് ACP ചന്ദ്രബോസ് എടുത്ത് ആ കേസ് കോടതി വരെ എത്തിച്ചത് അബൂബക്കർ എന്ന സുഹൃത്തിനോടുള്ള സ്നേഹമോ അതോ ഇനി അയാളുടെ പുത്തൻ പണത്തിനോടുള്ള ആർത്തി കൊണ്ടോ? എന്താണ് നിങ്ങൾക്ക് ഈ കേസിലുള്ള ഇൻവോൾവ്മെൻ്റ് എന്ന് എനിക്ക് മനസ്സിലായില്ല. മാഡം ഇതൊരു മിസ്സിംഗ് കേസാവുമ്പോൾ അതിന് ACP അന്വേഷിക്കണമെന്ന് പോലീസ് മാനുവലിൽ പറഞ്ഞിട്ടുണ്ടോ? മാഡം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് മനസ്സിലായി, ബുദ്ധിമുട്ടാകും അല്ലേ? ബുദ്ധിമുട്ടാകണം. എന്നിട്ടേ അസിസ്റ്റൻറ്റ് കമ്മീഷണർ അധികാര പദവിയിലിരുന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. ഞാനും ഒന്ന് നോക്കട്ടെ നിങ്ങൾക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അയ്യോ മാഡം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരു തെറ്റിദ്ധാരണയില്ല മിസ്റ്റർ ചന്ദ്രബോസേ. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ. അതിന് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുമല്ലേ. വിഷ്ണുവേട്ടാ നമുക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്തു തരുന്ന ആളാ. വിഷ്ണുവേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ ഇനി? എന്നെ പൂട്ടാനുള്ള തൻ്റെ ഓട്ടം ഉണ്ടല്ലോ, ഒരു ദിവസം എന്നെ ലോക്കപ്പിൽ കയറ്റാമെന്നുള്ള തൻ്റെ ഈ ആഗ്രഹം, അതൊരുമാതിരി പട്ടിയുടെ വായിലിരിക്കുന്ന ഇറച്ചിക്കഷ്ണം നോക്കിയിരിക്കുന്ന പൂച്ചയുടെ അവസ്ഥ പോലെയാണ്. ഇറച്ചിക്കഷ്ണമായിട്ട് പൂച്ചയ്ക്ക് കിട്ടത്തതുമില്ല, പട്ടിയുടെ കയ്യിൽ നിന്ന് നല്ല മുട്ടം പണി പൂച്ചയ്ക്ക് കിട്ടുകയും ചെയ്യും. ഇനി മേലാൽ നീ എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ അച്ഛനെയും അമ്മയും ഒരു നോട്ടം കൊണ്ടുപോലും നീ വേദനിപ്പിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ നിൻ്റെ ഈ സ്ഥാനമാനങ്ങളും ഈ തൊപ്പിയുടെ മഹത്വമൊക്കെ ഞാനങ്ങ് മറക്കും. അത് കേട്ടിട്ട് ചന്ദ്രബോസ് ചോദിക്കുന്നത്, എന്താടാ ഭീഷണിയാണോടാ? അത് തനിക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. കാരണം എന്താണെന്നറിയോ, ഞാനിപ്പോൾ തീർത്തും നിരപരാധിയാണ്. പിന്നെ മോഷണ കേസ്, അതിന് യാതൊരു തെളിവുമില്ല. അതിന് നീയാട്ടുണ്ടാക്കിക്കൊണ്ട് വന്നാൽ അതിനെ എങ്ങനെ നേരിടണമെന്നും എനിക്കറിയാം. എങ്കിൽ നീ ഇപ്പം തന്നെയുള്ള അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോടാ വിഷ്ണു.
നീ പറഞ്ഞല്ലോ ആ മോഷണ കേസിനെതിരെ ഒരു തെളിവും ഇല്ലെന്ന്. അതിപ്പം മോഷണ കേസല്ല, പകരം നടന്നിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഒരാത്മഹത്യാശ്രമമാണ്. കുറച്ചുകൂടി നിനക്ക് ഞാൻ വേണമെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. നീ കാരണം ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നുവെന്ന്. അത് കേട്ട് ശാലിനിയും വിഷ്ണുവും ഒന്ന് ഞെട്ടുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ നിനക്ക് ഊഹിക്കാമല്ലോ. എന്നിട്ട് ചന്ദ്രബോസ് ശാലിനിയോട് പറയുന്നു, മാഡം, ആ പെൺകുട്ടി മരണപ്പെട്ടാൽ പിന്നെ ആ കേസ് ഏത് വഴിക്കൊക്കെ പോകുമെന്ന് അത് കൊണ്ടുപോകുന്നവർക്കേ അറിയാൻ പറ്റത്തുള്ളൂ. ഈ അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അങ്ങനെ എല്ലാ കേസിലും കയറി ഇടപെടാനും പറ്റില്ലല്ലോ. പിന്നാണെങ്കിൽ ആ പെൺകുട്ടിയുടെ വിവാഹം ഒരിക്കൽ മുടങ്ങിയത് മേഡം കാരണമാണെന്ന് ആരൊക്കെയോ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. ഇതിപ്പോൾ രണ്ടാമതൊരു കല്യാണം ഉറപ്പിച്ചു വന്നപ്പോൾ അതിങ്ങനെയായി. ചൊവ്വാദോഷമുള്ള കുട്ടിയല്ലേ, ചിലപ്പോൾ അതിൻ്റെ ഒരു വിഷമം കാണും. എന്തായാലും ആ പെൺകുട്ടിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം മാഡം. അതാ പെൺകുട്ടിയോളം ഇഷ്ടം കൊണ്ടൊന്നുമല്ല. എനിക്കറിയാവുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ദോഷം വരുന്നത് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല എന്നൊരു കളിയാക്ക് പോലാണ് ചന്ദ്രബോസ് പറയുന്നത്. എന്നാൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ മാഡം എന്ന് ശാലിനിക്ക് സല്യൂട്ടൊക്കെ ചെയ്തിട്ട് വിഷ്ണുവിനെ ഒരു നോട്ടവും നോക്കുന്നുണ്ട്. നിന്നെ എൻ്റെ കൈ കിട്ടുവടാ, ആ പെണ്ണിനെ ഞാൻ ഹോസ്പിറ്റലിട്ട് കൊന്നിട്ടായാലും നിന്നെ ഞാൻ പൂട്ടുവടാ, ഞാൻ മനസ്സ് വിചാരിച്ചതൊക്കെ നിന്നെ ഞാൻ ചെയ്യാതെ വിടില്ലടാ എന്ന ഭാവത്തിലൊരു നോട്ടം അതേപോലെ തന്നെ നമ്മുടെ വിഷ്ണുവും നോക്കുന്നുണ്ട്. വിഷ്ണു ശാലിനിയോട് പറയുന്നു, ഇതിൽ ചന്ദ്രബോസ് കളിക്കും, അവൻ അറിയാവുന്ന കളികളൊക്കെ അവൻ കളിക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ശാലിനി. ആ ഓട്ടോയിൽ വെച്ച് കാണാതെ പോയ സ്വർണം നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം വിഷ്ണുവേട്ടാ. എന്നാലേ ഇതുമൂലം ഉണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അനൂപിനെക്കാത്ത് ബാലചന്ദ്രൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. അനൂപ് വരുമ്പം ചോദിക്കുന്നു, നീ ഇത് എവിടെ ആയിരുന്നടാ, ഫോൺ പോലും എടുക്കാതെ? അത് അമ്മയ്ക്ക് ജ്യൂസ് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ആപ്പിളും ഒക്കെ ഞാൻ വാങ്ങിക്കാൻ പോയതാ. ഇതിൻ്റെ ജ്യൂസൊക്കെ കുറേശ്ശെ ചെല്ലുമ്പോഴേ ഉള്ളൊക്കെ ഒന്ന് തണുക്കുമല്ലോ. പെട്ടെന്ന് ബാലചന്ദ്രൻ അവൻ്റെ കൈ കയറി പിടിച്ചിട്ട് സങ്കടത്തോടെ പറയുന്നു, ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യം വരുത്തില്ലടാ മോനെ. ഈ ജ്യൂസ് കൊടുത്ത് അമ്മയുടെ ഉള്ളിന് തണുപ്പിക്കണ്ട മോനെ. കുറച്ച് കഴിയുമ്പോൾ ശരീരം മുഴുക്ക തണുത്തോളും. അങ്കിൾ എന്തൊക്കെയായി പറയുന്നത്? അമ്മയ്ക്ക് എന്തെങ്കിലും? ഇനി മോനെ അമ്മയ്ക്കൊന്നും വരുത്തില്ലടാ, അമ്മ പോയി മോനെ. അത് കേട്ട് അനൂപ് അങ്ങ് ഞെട്ടി. അവൻ കൈ കൊണ്ടുവന്ന ഓറഞ്ചും ആപ്പിളും എല്ലാം അങ്ങ് ചിതറി വീഴുവാണ്. എൻ്റെ ചേച്ചി പോയി മോനെ, നമ്മളെ എല്ലാം വിട്ട് എൻ്റെ ചേച്ചി മറ്റൊരു ലോകത്തേക്ക് പോയി മോനെ. അങ്കിളെ, എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നും പറഞ്ഞ് അനൂപ് ഓടാൻ നോക്കുമ്പോൾ അനൂപിനെ കെട്ടിപ്പിടിച്ച് നിർത്തുവാണ് ബാലചന്ദ്രൻ. ഇനി ആരും എനിക്ക് വേണ്ടി കഷ്ടപ്പെടണ്ടെന്ന് ചേച്ചി തന്നെ അങ്ങ് തീരുമാനിച്ചു. സ്വന്തമായി ഇങ്ങനെ തീരുമാനമെടുക്കാൻ പണ്ടേ ചേച്ചി മടിക്കാറില്ലല്ലോ മോനെ. അയ്യോ എൻ്റെ അമ്മയെ, എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നും പറഞ്ഞ് അനൂപ് വാവിട്ട് കരയുവാണ്. മോനെ, ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവർ റൂമിൽ നിന്ന് മാറ്റി. എൻ്റെ അമ്മയ്ക്ക് ഞാൻ എന്നും സങ്കടമേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ കാരണം അമ്മ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞ് അനൂപ് അവിടെ നിന്ന് വാവിട്ട് കരയുവാണ്. എൻ്റെ ചേച്ചിക്ക് നിന്നോട് സ്നേഹം തന്നെ ആയിരുന്നു മോനെ, പക്ഷേ അത് പുറത്ത് കാണിക്കാൻ അറിയില്ലായിരുന്നു. അത് തന്നെ ആയിരുന്നു എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിലെ പരാജയവും. ഇനി എന്തായാലും വന്നത് വന്നു. മരണത്തെ നമുക്ക് ആർക്കും പിടിച്ചു നിർത്താനാവില്ലല്ലോ. ഇനി വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. ആ ആത്മാവിന് ശാന്തി കിട്ടണം. നിനക്കിനി ചെയ്യാൻ പറ്റുന്നോ അതുതന്നെയാണ്. അതിന് വേണ്ട ബലികർമ്മങ്ങളൊക്കെ ചെയ്യണം. ശാരദാമ്മ പൂജാ റൂമിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഒരു വടിയെടുത്ത് പോലും ആരെ തല്ലാൻ കെൽപ്പില്ലാത്ത ഈ ഒരു ഞാനാണല്ലോ ഒരു മരണത്തിന് ഉത്തരവാദിയായിപ്പോയത്. എൻ്റെ ഈ കൈകൊണ്ട് തള്ളിയപ്പോഴാണോ ആ പയ്യൻ തലയടിച്ച് വീണത്? എനിക്കത് എങ്ങനെയാണെന്ന് ആലോചിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എൻ്റെ ദേവി. ഒരു തരത്തിലും എനിക്ക് സ്വസ്ഥത തരില്ലെന്ന് അവിടുന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുവാണോ ദേവി? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് തീ തീറ്റിക്കുന്നത്? ഈ വലിയ രഹസ്യമൊന്നും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റില്ല ദേവി. അതെന്നിൽ നിന്നും പുറത്തു പോയാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളൊക്കെ എനിക്കറിയാം. എങ്ങനെങ്കിലും ഇതൊന്ന് പിടിച്ചു നിൽക്കാനുള്ള കരുത്തെനിക്ക് തരണേ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ രണ്ട് കൈയും കൂപ്പി കരഞ്ഞോട് ദൈവങ്ങളുടെ മുന്നിൽ പ്രാർത്ഥിക്കുവാണ്. ഇത് നമ്മുടെ ഗോപാലൻ നായർ കാണുന്നുണ്ട്. ശാരദേ, നീ എന്തായി കാണിക്കുന്നത്? ആരെങ്കിലും വന്ന് നിൻ്റെ ഈ കരച്ചിൽ കണ്ടാലോ? ഗോപാലേട്ട, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. അതൊന്നും എൻ്റെ മനസ്സിൽ നിന്നൊട്ട് പോകുന്നതുമില്ല. ശരിക്കൊന്നും എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ നീ എന്നെ കൊലയ്ക്ക് കൊടുക്കുമില്ലേ? ഇത് കൊലപാതകമാണ്. ജീവിതകാലം മുഴുക്ക പിന്നെ ഞാൻ അകത്ത് കിടക്കേണ്ടി വരും. അതിനു വേണ്ടിയാണോ ശാരദ നീ ഈ കരച്ചിലും പിഴിച്ചിലുമായിട്ട് നടക്കുന്നത്? എൻ്റെ ഗോപാലേട്ട, ഒരു ചെറിയ കള്ളം പോലും പറയാത്ത ഞാനാണോ ഇത്രയും വലിയ രഹസ്യം കൊണ്ട് നടക്കുന്നത്? എൻ്റെ ശ്വാസം പോകാതെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ ഭാഗ്യം കൊണ്ടാണ്. എനിക്ക് എൻ്റെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ടിങ്ങനെ പോകാനാവില്ല ഗോപാലേട്ട. ആ സമയത്ത് നമ്മുടെ ശാലിനി അങ്ങോട്ട് വരുന്നുണ്ട്. ഗോപാലൻ നായർ പറയുന്നത്, ശാരദ നീ എന്തൊക്കെയാണ് പറയുന്നത്?
ഞാൻ നമ്മുടെ ശാലിനിയോടെല്ലാം പറയാൻ പോവാ ഗോപാലേട്ടാ. ശാരദയെ നീ അബദ്ധമൊന്നും കാണിക്കരുത്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നോക്കിയും ശാലിനി അവിടെ വന്ന് നിൽക്കുന്നതാണ്. ശാലിനിയെ കണ്ടതും രണ്ടുപേരും വർത്തമാനമൊക്കെ നിർത്തി ഒരുമാതിരി പതർച്ചയോടെ നിൽക്കുവാണ്. ശാലിനി അത് കണ്ടിട്ട് ചോദിക്കുന്നു, എന്താ രണ്ടുപേരും എന്തോ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാൻ തോന്നുന്നല്ലോ, അതും പൂജാമുറിയിൽ. അമ്മേ, എന്താ പ്രശ്നം? എന്താ നിങ്ങൾ എന്നെ കണ്ടപ്പോൾ നിർത്തിയത്? മോളെ എന്നിങ്ങനെ ശാരദാമ്മ വാതുറക്കെ പെട്ടെന്ന് ഗോപാലൻ നായർ, അത് നിൻ്റെ അമ്മയ്ക്ക് എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ജോലിയല്ല ഉള്ളു. കാര്യം ഞാനൊരു സഞ്ചാരിയാ, യാത്ര ഇഷ്ടപ്പെടുന്ന ആളുമാണ്, വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ആളുമല്ല. എനിക്ക് എൻ്റെതായ കുറേ കാര്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവർ മാത്രം മതി എൻ്റെ കൂടെ. മോളെ, വിഷ്ണുവിൻ്റെ കാര്യം എന്തായി? അത് വിഷ്ണുവേട്ടന് ജാമ്യം കിട്ടിയമ്മേ. പിന്നെ ഒരു പെൺകുട്ടിയുടെ കാര്യമേ ഉള്ളൂ, അത് നമുക്ക് സംസാരിച്ച് തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. മോളെ, നിന്നെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിനൊരു വല്ലാത്ത ആശ്വാസം. എനിക്ക് മോളെ നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ ശാരദാമ്മ പറയാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് ഗോപാലൻ നായർ, ശാരദേ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, അല്ലെങ്കിൽ തന്നെ 100 പ്രശ്നങ്ങൾ കൊണ്ട് നടക്കുവള്. അപ്പോഴാ വീട്ടിലെ കാര്യങ്ങളൂടെ പറഞ്ഞ് അവളെ ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് പറഞ്ഞത്. ശാരദാമ്മയെ കൊണ്ട് ആ രഹസ്യം മൂടി വെക്കാൻ പറ്റുന്നില്ല. ശാരദാമ്മയുടെ മുഖം അത് വിളിച്ചു ഓതുന്നുണ്ട്. ശാരദാമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ നിൽക്കുക. അത് കണ്ടുകൊണ്ട് ശാലിനി ചോദിക്കുന്നു, അമ്മ അനൂപിൻ്റെ കാര്യമാണോ പറയാൻ വന്നത്? അത് മോളെ എന്നിങ്ങനെ പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ശാലിനിക്കൊരു ഫോൺ വരുന്നു. തേണ്ടമ്മേ, അനൂപ് വിളിക്കുന്നു. എന്താടാ മോനെ, പറ ചേച്ചി എന്നും പറഞ്ഞ അനൂപ് കരഞ്ഞുകൊണ്ട് പറയുന്നു, എൻ്റെ അമ്മ പോയി. അത് കേട്ടതും ശാലിനി ഇങ്ങനെ അമ്പരന്ന് നിൽക്കുവാണ്. എൻ്റെ അമ്മ എന്നെ വീട്ടിൽ പോയി ചേച്ചി, അച്ഛനവിടെ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനോട് പറയണം എൻ്റെ അമ്മയെ വന്നൊന്ന് കാണണമെന്ന്. എടാ മോനെ, നീ ഇങ്ങനെ കരയല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അനൂപ് ഫോണും കട്ടിയോ. അനൂപേ, എടാ മോനെ, ഇങ്ങനെ ശാലിനി വിളിക്കുന്നുണ്ട്. എന്താ മോളെ, എന്തു പാവം പറഞ്ഞത് എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നത്, അവൻ്റെ അമ്മ മരിച്ചുപോയി. അത് കേട്ടതും ഗോപാലൻ നായരങ്ങ് ഞെട്ടുന്നുണ്ട്. കാരണം ഗോപാലൻ നായരുടെ 2ാം ഭാര്യയല്ലയോ. അവൻ നിന്ന് കരയുക. എന്തെങ്കിലും പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കുന്നതിന് മുമ്പേ അവൻ ഫോൺ കട്ടാക്കുകയും ചെയ്തു. അച്ഛനോട് അങ്ങോട്ട് ചെല്ലണമെന്ന് അവൻ പറഞ്ഞത്. ഞാൻ എന്തായാലും അവനെ ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ് ശാലിനി പുറത്തോട്ട് പോകുന്നുണ്ട്. ശാരദാമ്മ ഇങ്ങനെ തകർന്ന് ഗോപാലേട്ടനെ നോക്കുവാണ്. കാരണം ഗോപാലൻ നായർക്ക് പോയല്ലാ പറ്റൂ, ഭാര്യയല്ലേ മരിച്ചത്. അപ്പോൾ ആ സമയത്ത് ഇനി പോലീസെങ്ങാനും വന്നാലോ? ശാരദാമ്മയെ കൊണ്ട് ഈ രഹസ്യമൊന്നും പിടിച്ചു നിൽക്കാനും പറ്റില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ശാരദാമ്മയ്ക്ക് ഈ രഹസ്യമൊന്നും അധിക നേരം പിടിച്ചു വെക്കാനാവില്ല. ശാരദാമ്മ ഇതെല്ലാം ശാലിനിയോട് പറയുമോ, അതോ അതിനു മുമ്പ് തന്നെ പോലീസ് അന്വേഷിച്ച് വന്ന് ഇതെല്ലാം കണ്ടുപിടിക്കുമോ? ഇനി ഈ കുറ്റവും വിഷ്ണുവിൻ്റെ തലയിലാകുമോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.